ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കിന്നൊരു കൊച്ചിയിലൊരു കിഡിലും ഫുഡ് സ്പോട്ട് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ പനമ്പള്ളി നഗറിലാണ് ഈ സംഭവം ഉള്ളത്. പനമ്പള്ളി നഗർ കയറിയിട്ട് ഏകദേശം ഒരു 500 മീറ്റർ പോകുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ഇതൊരു ശീതീകരിച്ച ഹോട്ടൽ മുറിയല്ല, പക്ഷേ ഇതൊരു നാച്ചുറൽ പ്രകൃതിയിൽ തന്നെ എന്താ പറയുക പുറത്തുള്ളൊരു തട്ടുകട സെറ്റപ്പാണ്. പക്ഷേ മോനെ അവിടുത്തെ ഫുഡുണ്ടല്ലോ എന്താ പറയുക ഒരു നൈസ് വൈബാണ്. അതായത് ടേസ്റ്റ് വൈസ് പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം അവിടെ അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ദോശ മാത്രമാണ്. ദോശ, ഓംപ്ലേറ്റ്, മുട്ട, ദോശ, ഇത്ര 2 പരിപാടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദോശയിൽ തന്നെ വെറൈറ്റി 2-3 ഐറ്റംസ് അവിടെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എഗ് ദോശ, പിന്നെ എഗ് മസാല ദോശ, പിന്നെ പൊടി ദോശ, പിന്നെ വലിയ നമ്മൾ വട്ടത്തിനുള്ള വലിയ ദോശയുണ്ട്, പ്ലെയിൻ ദോശ, പിന്നെ കുട്ടി ദോശ. ഇതിനകത്ത് ഒരു സാമ്പാറും ചട്നി പിന്നെ ഒരു മുളകിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇതോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു ഓംപ്ലേറ്റും കൂടെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തേക്ക് അത് മതി. ഞാൻ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ കാണുന്ന വിഷ്വൽസൊക്കെ അവിടെയുള്ളതാണ്. പക്ഷെ ഒരു രക്ഷയില്ല മാൻ. ഫുഡ് വൈസ് ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. ശീതീകരിച്ച മുറിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വൈബൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കൊച്ചിയിലുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യുക. കൊച്ചിയിൽ വന്ന് പാസ് ചെയ്ത് പോകുന്നവർ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി ഫുഡാണ്, നല്ല കിടിലൻ ഫുഡാണ്. വേറെ വൈബാണ്, ലെവലാണ്. തന്നെയാണ് നമുക്ക് നമ്മുടെ റേറ്റ്, നമ്മളെ പോക്കറ്റ് കാലിയാക്കാതെ ആഹാരം കഴിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. നമ്മൾ പോക്കറ്റ് കാലിയാവാതെ തന്നെ ഈ സ്പോട്ടിൽ വന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റും. അത്തരത്തിൽ ടേസ്റ്റ് വൈസ് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു ഇടയ്ക്കൊന്ന് ഔട്ട് ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ തന്നെയാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യാറ്. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് എന്താ പറയുക മനസ്സിൽ തട്ടി ആഹാരം കഴിക്കാൻ പറ്റും. കാരണം അത്രത്തോളം അടിപൊളി നൈസാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ.